പണിയെടുത്തിട്ട് കൂലി കിട്ടുന്നില്ല. ഇപ്പോൾ 7 മാസത്തോളം പൈസ ഞങ്ങൾ കിട്ടാനുണ്ട്. ഫോട്ടോ എടുക്കാൻ ഒരുത്തി പോകണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതല്ല നിന്ന് പോയാൽ പിന്നെ അടുത്തത് ഞങ്ങളാക്കി എഴുതി കൊടുത്ത് ഉണ്ടാക്കി കൊണ്ടുപോകും. ഇതൊക്കെ ഒരു ഗ്യാപ്പ് ആണല്ലോ, സ്ഥിരമായിട്ട് കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഇത് വിട്ട് വിട്ട് മാർച്ചാകുന്നവരെ ഞങ്ങൾ എടുക്കുക പണി. പാടത്ത് പണിയെടുക്കുന്ന പോലെ 7 മണിക്ക് പോയാൽ ഇവർക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്താം. ഇവർക്ക് ഇപ്പോൾ 1000 ഉറുപ്പ്യ ഉണ്ട്. ഇവർക്ക് 800 അല്ല, ഇപ്പോൾ 1000-ൻ്റെ അടുത്തായി. ഞങ്ങൾക്ക് അതൊന്നും ഇല്ല, എന്നാലും കുറച്ചെങ്കിലും ഞങ്ങൾക്ക് കൂട്ടി കിട്ടണ്ടേ. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് തൊഴിൽ നൽകി അതുവഴി ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 2005 നിലവിൽ വന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 100 തൊഴിൽ ദിനങ്ങൾ നൽകുക എന്നതായിരുന്നു പദ്ധതിയുടെ രൂപം. എന്നാൽ 2024 ഡിസംബർ മാസത്തിനു ശേഷം സംസ്ഥാനത്തെ 14 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. തൊഴിലാളികളുടെ വേതനം തടഞ്ഞും ബജറ്റ് വിഹിതം കുറച്ചും സംസ്ഥാനങ്ങൾക്കുള്ള കുടിശ്ശിക വർദ്ധിപ്പിച്ചുമാണ് ഇത്തവണത്തെ ബജറ്റിലും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്കുള്ള നികുതി ഇളവടക്കം പ്രഖ്യാപിച്ചത്. ഇതിനെല്ലാം പുറമെ ഒട്ടും തൊഴിലാളി സൗഹാർദ്ദമല്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവന്ന് പദ്ധതിയെ അവതാളത്തിലാക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് NMMS രേഖപ്പെടുത്തൽ. തൊഴിലാളികൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതോടൊപ്പം ജോലി സ്ഥലത്തെത്തിയ ഫോട്ടോ ദിവസവും 2 നേരം തൊഴിലുറപ്പിന്റെ പ്രത്യേക മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. രാവിലെയും വൈകിട്ടുമാണ് ഇങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തിയ പ്രത്യേക സ്ഥലത്തെത്തിയാണ് ഇങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലവും തമ്മിൽ ചെറിയ ദൂരമെങ്കിലും ഉണ്ടാകും. രാവിലെ ഫോട്ടോ എടുത്ത് തൊഴിലിലേക്ക് പ്രവേശിച്ചവർ ഉച്ചക്ക് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തണം. ഇങ്ങനെ ജോലിയിൽ പുത്തൻ പരിഷ്കാരങ്ങളും വേതനത്തിൽ പഴഞ്ചൻ ഏർപ്പാടും തുടരുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. എനിക്ക് ഒരു 70-75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. 125 ഉറുപ്പ്യ കൂലിയുള്ളപ്പോൾ 2.5 സെൻറ്റ് സ്ഥലം കൊത്തിയാണ് ഞങ്ങൾ ഓരോ ദിവസവും പണിയെടുത്തത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ സ്ഥലം കൊത്തി തീർക്കണം. എന്നിട്ട് അന്ന് തൊട്ടേ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. ഓട്ടോ എടുക്കാൻ ഒരുത്തി പോകണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ജിയോടാഗ് ചെയ്ത സ്ഥലത്തു നിന്ന് മാത്രമേ ഞങ്ങൾക്ക് NMMS ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ജിയോടാഗ് ഇപ്പോൾ ഈ വാർഡിൻ്റെ ആയ ഒരറ്റം മുതൽ ഈ അറ്റം വരെ പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജിയോടാഗ് ചെയ്ത സ്ഥലത്ത് 9 മണിയാകുമ്പോഴത്തേക്ക് ആൾക്കാർ വരണം. ആ വന്നിട്ട് ഇത് NMMS ചെയ്തിട്ട് അത് കിട്ടൂല, എന്താ പറയുക, ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ മണിക്കൂറുകളോളം ഈ NMMS ചെയ്യാൻ ഞങ്ങൾ നിൽക്കണം. പ്രായമുള്ളവരും ഉണ്ട്, കുറേ പ്രായമുള്ളവരുണ്ട്. അന്ന പോലൊക്കെ ആടെ എത്തി പണി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമാവും. കാരണം 2 നേരം ചെയ്യേണ്ടത്. കാരണം വേറെ ജോലിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിനും ഈ 2 നേരം ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വന്ന് അടുത്തൊക്കെ ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം നമ്മൾ ഒരു മല കയറി ഇറങ്ങിയിട്ടാണ് ഫോട്ടോ എടുക്കാൻ ഒരു പ്രാവശ്യം വരുന്നത്. അത് കയറി വീണ്ടും വേറെ സൈറ്റിലേക്ക് പണിയെടുക്കാൻ പോകും, വേറൊരു മല കയറിയിട്ട്. പിന്നെ അതേമാതിരി അത് 2 നേരം വരിക, അങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അന്ന് പിന്നെ ആടുന്ന് ഒപ്പിട്ട് മേറ്റുമാർ വരും, ഒപ്പിട്ട് ഞങ്ങൾക്ക് പണിയെടുക്കാം. അപ്പം ഞങ്ങൾ അതിനൊരു സ്ഥലത്ത് പോകണം, മലയിലാണെങ്കിൽ അവിടെ കയറണം, ഉച്ചയ്ക്കും പോകണം, അതിനേ കയ്യുള്ളൂ. ഒരു സാമ്പത്തിക വർഷം ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കണമെന്നാണ് നിയമത്ത് പറയുന്നത്. എന്നാൽ ആ നിയമത്ത് പറയുന്ന കാര്യമൊന്നും പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് ദേശീയ ശരാശരി തൊഴിൽ ദിനങ്ങൾ 57 57 തൊഴിൽ ദിനങ്ങളാണ് ഇന്ന്
കിട്ടുന്നത്. കേരളത്തിൽ അത് 67 തൊഴിൽ ദിനങ്ങളാണ്. ശരാശരി 67 തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ പദ്ധതിയെ എടുത്തു മാറ്റാൻ വേണ്ടി അതിൽ നിന്നൊക്കെ കരകയറി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ NREG വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ നിയമം കൊണ്ടുവരുമ്പോഴും അതൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട്. പിന്നീട് അടുത്ത കാലത്തായിട്ട് ഒരുപാട് തൊഴിലാളി വിരുദ്ധ ഉത്തരവുകളാണ് കൊണ്ടുവന്നത്. ഒരു പഞ്ചായത്തിൽ ഒരേ സമയം 5 പ്രവൃത്തികൾ മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന ഒരു ഉത്തരവ് കൊണ്ടുവന്നു. ആ ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി. അങ്ങനെ ഓരോരോ സമയത്തും ഞങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ ആണ് തൊഴിലാളികൾ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പദ്ധതിയെ തകർക്കണം. ഇതിൽ ചെറുപ്പക്കാർ അങ്ങനെ വളരെ കുറവാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 50 വയസ്സിന് മേലോട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. ഒരു 75-77 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ ഉണ്ട്, 80 വയസ്സുള്ള ആളുകളുണ്ട്. എന്നാൽ അവരെയൊക്കെ ദ്രോഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ജിയോ ടാഗും NMMSഉം. കാരണം മുമ്പ് കാലത്ത് 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പണിക്ക് പോകുന്ന തൊഴിലാളി ഇന്നിപ്പോൾ വീണ്ടും ഈ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്ന സ്ഥിതിയാണ്. 9 മണിക്ക് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കണം. 9 മണിക്ക് കൃത്യം 9 മണിക്ക് ഈ സൈറ്റിലെത്തണം. ആ സൈറ്റിലെത്തി ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും എടുത്ത് എന്നിട്ട് ശരിയായില്ലെങ്കിൽ അന്ന് തൊഴിലാളിക്ക് പണിയില്ല. ഈ NMMSഉം ജിയോ ടാഗും വന്നതോടുകൂടി കുറേ തൊഴിലാളികൾ പിന്നോട്ട് പോയി. കാരണം പ്രായമായ ആളുകൾക്ക് ഇതുപോലുള്ള കുന്നും മലയും കയറി ഇവിടെ വന്ന് ജിയോ ടാഗ് ചെയ്ത് കുന്നും മലയും കയറി ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. രണ്ടാമതും ഈ NMMS ചെയ്യണമല്ലോ, പിന്നെ വൈകുന്നേരവും ചെയ്യണം. അപ്പോൾ ഇത് തന്നെ നടക്കുള്ളൂ. പണിയെടുക്കാൻ ഞങ്ങൾക്ക് ഉള്ള സമയത്ത് തിരക്കിട്ട് ഞങ്ങൾ പണിയെടുത്ത് തീർക്കണം. ഇനി തീർത്ത ഈ 100 തൊഴിൽ ദിനേ ഞങ്ങൾ തരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കൊള്ളണം. അത് പോരാലോ, ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഇത്ര പൈസ ഇപ്പോഴത്തെ ഒരവസരം വെച്ച് നോക്കുമ്പോൾ ഇപ്പം കിട്ടുന്ന പൈസ കൊണ്ടൊന്നും മുന്നോട്ട് പോകൂല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തൊഴിൽ ദിനം കൂട്ടിത്തരണം. ഉള്ളതും വെട്ടി കുറച്ച് പോവുകയാണ്. അപ്പോൾ അത് പോരാ. ഞങ്ങൾ പൈസയാണ് കിട്ടാത്തത്. വെളുത്തിന് പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് ഞങ്ങളെ കാര്യം. ഞങ്ങൾ ഈ വെയിലും കൊണ്ട് ഈ മലേൻ്റെ മുകളിലൊക്കെ പോയി കാട് വെട്ടി വരമ്പ് എടുത്ത് എന്നിട്ട് അത് ഇതാക്കിയിട്ട് പൈസ കൈമ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വെള്ളം കുടിക്കാൻ മലേൻ്റെ ഉള്ളിൽ ഞങ്ങൾ പേറി കൊണ്ടുപോവുക. എന്നിട്ട് വേണം ഒരു വെള്ളം മലേൻ്റെ മുകളിൽ കുടിക്കാൻ കിട്ടണമെങ്കിൽ. അത്രയും കഷ്ടപ്പാടിലാണിപ്പോൾ. 346 ഉറുപ്പിയാണ് ഇപ്പോൾ കിട്ടുന്നത്. 7 മസ്റ്റോളിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. പണിയെടുത്തിട്ട് ഓരോ മസ്റ്റോളും കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉള്ളത് കിട്ടുന്നതാണ്. അങ്ങനെ കൂടി നിന്ന് 7 എണ്ണം കിട്ടാതെ വന്നിക്കുന്നത്. ഇനി എന്നാണിത് കിട്ടുകയെന്നൊന്നും അറിയില്ല. കൂലി കൂട്ടണം എന്നുള്ള ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനിയും മുന്നോട്ട് പണിയെടുക്കുന്നതിലേക്ക് നല്ലോണം പോലെ ജീവിച്ച് വരണതിന് കൂലി കിട്ടണം. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. 2 ആഴ്ചത്തെ മസ്ട്രോൾ അടിച്ച് പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 ആഴ്ചത്തെ ഉണ്ടായിക്കോ. അതല്ല നിന്ന് പോയാൽ പിന്നെ അടുത്തത് ഞങ്ങളാക്കി എഴുതി കൊടുത്ത് ഉണ്ടാക്കി കൊണ്ടുപോകും. ഇതൊക്കെ ഒരു ഗ്യാപ്പ് ആണല്ലോ, സ്ഥിരമായിട്ട് കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഇത് വിട്ട് മാർച്ച് ആകുന്നവരെ ഞങ്ങൾ എടുക്കുക പണി. അത് കിട്ടിയിട്ട് വേണം കുടുംബം കഴിയുന്നോല് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കാത്തിങ്ങനെ ആടുന്നും ഇവിടുന്നും കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടാകുക. സമരം ചെയ്യല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ സമരത്തിന് പോകും. ഈ ഡേറ്റ് മുതൽക്ക് പണി കയറില്ല. 14/12 ഡിസംബർ 24 മുതൽ ഇത്രയും ജോലി കിട്ടിയിട്ട് ഇതിന് ഇങ്ങോട്ട് ശേഷമുള്ള പൈസ ഒന്നും കിട്ടിയില്ല. അത് കിട്ടിയ ഈ കോളത്തിൽ ഞങ്ങൾ പൈസ ചെയ്താണ് ഇവിടം വരെ കിട്ടിയിട്ടില്ല. കിട്ടിയിരിക്കുന്നു. അതിനുശേഷം ഡിസംബർ 12-ാം മാസം മുതൽക്ക് കിട്ടിയില്ല. 12-24 മുതൽ ഇങ്ങോട്ട് 3-25 18-3-25 വരെ. ഇപ്പം കഴിഞ്ഞ ഡിസംബർ മുതൽ ഇങ്ങോട്ട് തൊഴിലാളിക്ക് കൂലി കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇന്നിപ്പം കൂലി കുടിശ്ശികയായിട്ട് ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്രം കൊടുക്കാനുള്ളത് 23,446 കോടി കുടിശ്ശികയാണ്. അത് കേരളത്തിൽ മാത്രം കൂലി ഇനത്തിൽ 695 കോടി രൂപ കുടിശ്ശികയാണ്. മെറ്റീരിയൽ ഇനത്തിൽ 600ഓളം കോടി കുടിശ്ശികയായി കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുടിശ്ശികയാക്കുമ്പോൾ തൊഴിൽ കിട്ടുന്നില്ല, തൊഴിലാളികൾ ഈ ബുദ്ധിമുട്ട് സഹിച്ച് പണിക്ക് വരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പദ്ധതിയെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ വിഹിതം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ബജറ്റിൽ വിഹിതം കുറയ്ക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് തൊഴിലാളികളുടെ എണ്ണം കുറയുന്നില്ല. ഇപ്പോൾ ഈ NMMS വന്നേരം കുറച്ച് പ്രായമുള്ള തൊഴിലാളികൾ പോയിന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ലേബർ ബഡ്ജറ്റ് വർഷം തോറും വെട്ടിക്കുറയ്ക്കുകയാണ്.
86,000 കോടിയാണ് കഴിഞ്ഞ നടപ്പ് സാമ്പത്തിക വർഷം ഉള്ളത്. അതിൽ തന്നെ അതിൻ്റെ മുമ്പത്തെ പണിയെടുത്തതിലുള്ള കുടിശ്ശിക തീർത്തതാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ സർക്കാർ ഈ പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഞങ്ങളെ ആവശ്യം 200 തൊഴിൽ ദിനങ്ങൾ നിർബന്ധമായിട്ടും വേണം, എന്നെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കൂലി വർദ്ധിപ്പിക്കണം. കൂലി 600 രൂപയാക്കണം ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം. എന്നാലും പിടിച്ചു നിൽക്കുക 600 രൂപയാണെങ്കിലും. ഒരു പുരയിൽ ഒരാൾ മാത്രമുള്ള പുരകളുണ്ടാവും. അവിടെയെല്ലാം സാധനങ്ങളൊക്കെ കിട്ടണ്ടേ. ഇപ്പോൾ ഒരു പീടികയിലൊക്കെ പോയാൽ എത്ര പൈസയ്ക്ക് എന്തൊക്കെ ഒരു 100 റുപ്യ ഉണ്ടായാൽ 2 സാധനവും കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂലി കൂട്ടാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് 11 കോടി ലേബർ ബഡ്ജറ്റ് ഉയർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. എന്നിട്ട് അത് വെട്ടിക്കുറച്ച് കഴിഞ്ഞ നടപ്പ് വർഷത്തിൽ 6 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു. എന്നാൽ ഇനി വരാൻ പോണത് 5 കോടി തൊഴിൽ ദിനങ്ങളാണ്. ഈ 5 കോടി തൊഴിൽ ദിനങ്ങൾ കൊണ്ട് എവിടെ എത്താനാണ്? എവിടെയും എത്തൂല. ഘട്ടം ഘട്ടമായിട്ട് ഈ പദ്ധതിയെ തകർക്കാനുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അധികം ആൾക്കാരും ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വീണുകൊണ്ട് കാലിനൊക്കെ ഓരോരോ പ്രശ്നമായിക്കൊണ്ട് എത്രയോ ആൾക്കാർ ഇതിൽ പരിക്ക് പറ്റിയിട്ട് കാല് പൊട്ടിയവരും പിന്നെ ആണെങ്കിൽ ഓർക്കൊന്നും അതിനുള്ളൊരു ഇതൊന്നും കിട്ടുന്നൊന്നുമില്ല, വേതനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴും കൈക്കരുത് പറ്റിയിട്ട് 2-3 ആൾക്കാർ വരാത്ത പണിയിൽ അങ്ങനെ ഇവിടുന്ന് പറയൂ, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ. ഇവർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ അടുത്ത് പോയിക്കോളി, മരുന്നിന് പൈസ അത് അവിടുന്ന് വയ്ക്കൂ, അങ്ങനെയാണൊക്കെ പറയൂ. പിന്നെ ഇപ്പം പഞ്ചായത്തായാലും ഇപ്പം പഠനേൻ്റെ പൈസ തളിക്കുന്നത് ഇതൊക്കെ ഇപ്പം ഞങ്ങളെ കൈമെന്ന് ഈ കിട്ടുന്ന പൈസ കൊണ്ട് ആണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ കിട്ടലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ADS ഫണ്ടിലേക്ക് വന്നിട്ട് ഓരോ ADSമാർ ഞങ്ങൾക്ക് പഠനമായിട്ടും പിന്നെ അല്ലാത്ത പണി സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങി തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത് ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ പഠനം. എന്തായാലും ഒരു പണി കഴിയുമ്പോഴത്തേക്ക് പഠനം തളിക്കണം, അല്ലാണ്ട് പിന്നെ പണിയെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇനി അങ്ങോട്ട് തരൂല എന്നാണ്, അതിൻ്റെ വാടക വരൂല എന്നാണ് പറയുന്നത്.